നമസ്കാരം. അടൂർ പ്രകാശ് നെടുമങ്ങാട് മണ്ഡലത്തെയും തുലച്ചിട്ടുണ്ട്. സ്വന്തം പെട്ടിയെടുപ്പുകാരനായിട്ടുള്ള മീനാങ്കുൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്. പാവപ്പെട്ട BRM ഷഫീർക്ക് മത്സരിക്കാൻ വേണ്ടി തട്ടുടുത്തു നിന്ന നെടുമങ്ങാട് മണ്ഡലത്തിൽ അദ്ദേഹത്തെ നിരുപാധികം വെട്ടി വെയിലത്ത് വെച്ചുകൊണ്ട് മീനാങ്കൽ കുമാർ എന്ന വ്യക്തി അദ്ദേഹത്തെ ആ നാട്ടിലെ ഒരൊറ്റ കോൺഗ്രസുകാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ എന്തുകൊണ്ടോ അടൂർ പ്രകാശിന്റെ ഫേവറേറ്റ് ആണ് അദ്ദേഹം. ചിറയൻകീഴ് മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ പ്രത്യേക താല്പര്യത്തോടു കൂടി തന്നെ അടൂർ പ്രകാശ് നിയമിച്ചതിന് പിന്നാലെ ഇപ്പോൾ AICCയിൽ നിന്ന് അദ്ദേഹം നെടുമങ്ങാട് സീറ്റ് പല പ്രമുഖരെയും വെട്ടി നിരത്തിക്കൊണ്ട് അദ്ദേഹം മീനാങ്കൽ കുമാറിന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ആ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസുകാരുടെ പ്രതിഷേധ ഓഡിയോകൾ തലങ്കം വിലങ്കം പ്രചരിക്കാൻ തുടങ്ങിയത്. രണ്ടെണ്ണം നിങ്ങൾ കേൾക്കണം. അതായത് അടൂർ പ്രകാശിന്റെ ചെയ്തികളും മണ്ഡലത്തിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഒരൊറ്റ പരിപാടിക്ക് ചെല്ലാറില്ല എന്ന തരത്തിൽ ആ നാട്ടിലെ കോൺഗ്രസുകാർ പേര് പറഞ്ഞ് തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഓഡിയോ നിങ്ങൾ കേൾക്കൂ. പ്രകാശിന്റെ അടുത്ത് പറഞ്ഞൂടെ ഈ അടൂർ പ്രകാശിന്റെ എന്തെന്റെ കുഴപ്പമാണ്? അയാൾ ഇങ്ങനെ കിടന്ന് ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കണ എന്റെ കേസെന്തരാണ്? ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ജയിച്ച് നമുക്കൊരു അടൂർ പ്രകാശ് വന്നിട്ടേ നമുക്കൊരു പ്രയോജനവും ഇല്ല. അത് പറയണേന് എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എന്നെ പാർട്ടിയുടെ അടുത്ത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ എന്തിനാണ് ഒരു കാര്യത്തിന് വിളിച്ചാൽ അങ്ങേര് വരൂല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഉദ്ഘാടനത്തിന് എന്തിനു വിളിച്ചാലും അയാൾക്ക് സമയമില്ല, ഒന്നിനുമില്ല. ഇവിടെ ഇതിന്റെ പ്രതിപക്ഷ ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ എന്തെല്ലാം പറഞ്ഞു, എന്തിനെല്ലാം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വന്നു പോവുകയാണ്. ഇതിന്റെ ഉയർന്ന നേതാക്കൾ, ഈ ഗ്രൂപ്പിൽ കേൾക്കണ ഉയർന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീനാങ്കലിനെ ഇവിടെ കൊണ്ടുവരില്ലെന്ന് പറയണം. ദൈവത്തെ ഓർത്ത് ഇവിടെ കൊണ്ടുവരണ്ട ആരെ. ഇവിടെ ഞാൻ വഴലെന്ന് എന്റെ പേര് ശാലികയാണ്, നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്റെ ഇതിൽ എന്തൊരു നിങ്ങൾ നിർബന്ധം എടുത്ത് എന്ത് പാർട്ടിയിൽ നിങ്ങൾ ഇത് കാണിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ട് വാദിക്കണം. ഇവിടെ ഇരുന്നുണ്ട് ഒരു MP പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഇറങ്ങൂലെന്ന് നിങ്ങൾ ശക്തമായിട്ട് പറയണം. അതിന് നട്ടലോടെ പറയാൻ കഴിയണം നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ കേൾക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ ഇദ്ദേഹമാണ് ഇതിന്റെ പുറകിൽ ഈ പറയുന്ന വ്യക്തിയെ കൊണ്ടുവരാൻ ഇദ്ദേഹമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ വളരെ സങ്കടമുണ്ട്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം MP ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നപ്പം ഇരു കൈയും നീട്ടി ഒരു എതിർപ്പും ഇല്ലാതെ എല്ലാ പ്രാദേശിക വിഷയങ്ങളും മറന്ന് നെടുമങ്ങാട് മണ്ഡലം ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലത്തിലെയും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇത്രയും വർഷം ഇവിടെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ച ആറ്റിങ്ങലിലെ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ ജയിച്ചത്. സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം അന്ന് കൃത്യമായി നടന്നിരുന്നു. എല്ലായിടത്തും സഹായങ്ങൾ എത്തി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പോസ്റ്റർ ഒട്ടിച്ചും വേർപ്പൊഴുക്കിയും വീടുകൾ തോറും കയറി സ്ലിപ്പ് കൊടുത്തും പോസ്റ്റർ കൊടുത്തും അഭ്യർത്ഥന കൊടുത്തും നടന്ന പ്രവർത്തകൻ അന്ന് ആത്മാർത്ഥമായി സാധാരണ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ആറ്റിങ്ങലിന് ആദ്യത്തെ തവണ MP വന്നതും രണ്ടാമത്തെ തവണ MP വന്നതും. ഈ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അന്ന് ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൽ എനിക്കിപ്പം വളരെ സങ്കടം തോന്നും. അന്ന് വളരെ 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 സങ്കടം എന്നുള്ളതല്ല, നാണക്കേട് തോന്നി ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് നാണക്കേട്. ഇതിനേക്കാളൊക്കെ ബെസ്റ്റ് കോമഡി എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ വാർഡുകളിൽ 2 സീറ്റുകൾ നിലവിൽ അടൂർ പ്രകാശ് നേടിയെടുത്തിട്ടുണ്ട്. ആലോചിക്കുക, 7 എണ്ണത്തിൽ 1 എണ്ണം RSP ആറ്റിങ്ങൽ, അതും SC ആണ്. ബാക്കി 6 എണ്ണത്തിൽ 2 എണ്ണം അദ്ദേഹം നേടിയെടുത്തു. എന്നിട്ട് അദ്ദേഹം ഈ മണ്ഡലം ഉപേക്ഷിച്ച് നേരെ കോന്നിയിൽ മത്സരിക്കാൻ പോവുകയാണ്. അതായത് ഈ മണ്ഡലത്തിലെ കോൺഗ്രസുകാർക്കെല്ലായിട്ട് 8ന്റെ പണിയും കൊടുത്തിട്ട് അടൂർ പ്രകാശ് നൈസ മുങ്ങാനുള്ള പണിയാണ്. ഇദ്ദേഹത്തിന് ഇവിടുത്തെ കോൺഗ്രസുകാരടുത്ത് വല്ലാത്ത അരിശമുണ്ടെന്ന് തോന്നുകയാണ്. എന്തായാലും അടൂർ പ്രകാശ് മത്സരത്തിനൊടുവിൽ നെടുമങ്ങാട് മണ്ഡലത്തിലും ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം എന്തുകൊണ്ട് മീനാങ്കൽ കുമാറിനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചൊന്നും ആരടുത്തും വിശദീകരിക്കാനൊന്നും താല്പര്യമില്ല. മീനാങ്കൽ കുമാറാണ് എന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ചോളാം, ബാക്കിയുള്ള ഒന്നും അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമില്ല. നേരത്തെ ഇവിടെ നിന്ന് പട്ടിക കൊടുത്ത BRM ഷഫീർ, MA വാഹിദ്, ആനാട് ജയൻ തുടങ്ങി പലരെയും വെട്ടിനിരത്തിയതിനു ശേഷം മീനാങ്കൽ കുമാറിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം രൂപപ്പെട്ടിട്ടുണ്ട്. ആ അമർഷത്തിന്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളിൽ അയക്കുന്ന ഓഡിയോകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അടൂർ പ്രകാശ് എന്ന വ്യക്തി ആറ്റിങ്ങൽ മണ്ഡലത്തിന് കീഴിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റ പരിപാടികൾ പോലും വിളിച്ചാൽ എത്താറില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ ആറ്റിങ്ങലിൽ ഒരു വീടുമില്ല. അദ്ദേഹം നാട് നീളെ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം മണ്ഡലത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹം ഉണ്ടാകാറില്ല. എന്നാൽ ഒരു
തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ ആ നാട്ടിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചില സ്ഥാനാർത്ഥികളെ നൂലിൽ കെട്ടി ഇറക്കിയപ്പോൾ വലിയ പ്രതിഷേധം ചിറയൻകീഴുണ്ടായതിനു പിന്നാലെ നെടുമങ്ങാടും ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ അനുരണനങ്ങളാണ് ഈ ഓഡിയോ ആയിട്ട് പുറത്തു വരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ നെടുമങ്ങാട് മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കുറി കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങാത്ത അവസ്ഥയുണ്ടെന്ന് ആ പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നുണ്ട്.